ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഇഞ്ചി തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യം ഒരു നാരങ്ങയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പട്ട ഗ്രാമ്പൂ മസാല പാക്കറ്റും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ചിക്കൻ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 2 കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. അത് നല്ല വൃത്തിയായിട്ട് ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ആവശ്യമായത്ര ഉപ്പും നാരങ്ങ നീരും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് തൈര് കൂടി ആഡ് ചെയ്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ കഷ്ണങ്ങളിലേക്കും മസാല എത്താൻ തക്ക വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വെക്കാം. ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്ത ശേഷം ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി കിട്ടിയ ശേഷം അതിലേക്ക് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ എത്തിക്കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ടോപ്പിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് വറുത്തെടുത്ത ടോപ്പിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് സവോളയും ഒരു നാരങ്ങയും ഒക്കെ വെച്ച് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. ആഹാ, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.